നമസ്കാരം. പ്രധാന വാർത്തകൾ. തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രിയുടെ സന്ദർശന വേളയിൽ വൈദ്യുതി തടസ്സപ്പെടുത്തതുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം നടത്തുമെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി. ബോധപൂർവം വൈദ്യുതി തടസ്സപ്പെടുത്തിയതാണോ എന്ന് പരിശോധിക്കും. സംസ്ഥാന സർക്കാർ 4ാം വാർഷികം നേട്ടങ്ങൾ നിരത്തിയാണ് ആഘോഷിക്കുന്നതെന്നും ഓരോ വകുപ്പുകളും നേട്ടങ്ങളുടെ പട്ടിക പുറത്തിറക്കുമെന്നും മന്ത്രി. കല്ലേക്കാട് കിഴക്കഞ്ചേരി കാവിന് സമീപം നിയന്ത്രണം വിട്ട സ്കൂട്ടർ പാതയോരത്ത് കൂട്ടിയിട്ട പൈപ്പുകളിൽ ഇടിച്ചുമറിഞ്ഞ് അമ്മയ്ക്കും 2.5 വയസ്സുള്ള മകനും ദാരുണാന്ത്യം. മരിച്ചത് മാട്ടുമന്ത സ്വദേശി 22 വയസ്സുള്ള അഞ്ജുവും മകൻ ശ്രീയാൻ ശരത്തും. സ്കൂട്ടറിൽ ഒപ്പമുണ്ടായിരുന്ന യുവതിക്ക് ഗുരുതരമായി പരിക്കേറ്റു. വാടാനംകുറിശി മേടിന് സമീപം വാഹനാപകടത്തിൽ 2 പേർക്ക് പരിക്ക്. പാലക്കാട് കുളപ്പുള്ളി പാതയിൽ വാണിയംകുളം മുതൽ കുളപ്പുള്ളി വരെ വാഹനാപകടങ്ങൾ കുറയ്ക്കാൻ ഒരുക്കിയ സംവിധാനങ്ങൾ ഫലപ്രദമെന്ന് പൊതുമരാമത്ത് വകുപ്പ്. തൃശൂർ പൂരത്തിന് മുന്നോടിയായി നഗരത്തിലെ ഹോട്ടലുകളിൽ കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗത്തിന്റെ മിന്നൽ പരിശോധന. നഗരത്തിലെ പ്രമുഖ ഹോട്ടലിൽ നിന്നുൾപ്പെടെ 6 ഭക്ഷ്യശാലകളിൽ നിന്ന് പഴകിയ ഭക്ഷണം പിടിച്ചെടുത്ത ഭക്ഷണവും ഹോട്ടലുകളുടെ പേരും കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ പ്രദർശിപ്പിച്ചു. പരിശോധന തുടരുമെന്നും കർശന നടപടിയുണ്ടാകുമെന്നും അധികൃതർ. വാണിയംകുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മാസങ്ങളായി മരുന്നുകൾ ലഭ്യമല്ലെന്ന് പരാതി. പ്രതിഷേധവുമായി BJP നേതാക്കൾ മെഡിക്കൽ ഓഫീസറെ കണ്ടു. പാവപ്പെട്ട രോഗികൾ സ്വകാര്യ മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്ന് അമിത വില നൽകി മരുന്ന് വാങ്ങേണ്ട ഗതികേടില്ലെന്ന് നേതാക്കൾ. പ്രതിഷേധ സമരം അവസാനിപ്പിച്ചത് ശനിയാഴ്ച ആശുപത്രി ഫാർമസിയിൽ മരുന്നുകൾ എത്തിക്കുമെന്ന ഉറപ്പിൽ. മരുന്ന് ഉടനെത്തുമെന്ന് നേരത്തെ അറിഞ്ഞ് BJP നടത്തിയത് പ്രഹസന സമരമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗംഗാധരൻ. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ നാടകങ്ങൾ ഇനിയും പ്രതീക്ഷിക്കാമെന്നും പ്രസിഡന്റ്. പട്ടാമ്പി പെരുമുടിയൂർ റെയിൽ അടിപ്പാത നിർമ്മാണം അധ്യയന വർഷം ആരംഭിക്കും മുൻപ് പൂർത്തിയാക്കാൻ ശ്രമം. 90 ലക്ഷം രൂപ ചെലവിൽ റെയിൽവേയുടെ പാത നിർമ്മാണം പുരോഗമിക്കുന്നു. പട്ടാമ്പിയിൽ MLA ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന നിളയോര പാർക്കിന്റെ പ്രവൃത്തികൾ അന്തിമഘട്ടത്തിലേക്ക്. കൊപ്പം സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ കുട്ടികൾക്കായി ഹാപ്പിനെസ് പാർക്ക് സ്ഥാപിച്ചു. ആശുപത്രിയിലെത്തുന്ന കുട്ടികൾക്കായി കളി ഉപകരണങ്ങളോടെ ആഹ്ലാദ പാർക്ക് സ്ഥാപിച്ചത് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ. ചളവറ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പടുകൂറ്റൻ മാവ് പൊട്ടിവീണു. വൻ ദുരന്തം ഒഴിവായത് തലനാരിഴയ്ക്ക്. ആശുപത്രി മുറ്റത്ത് നിർത്തിയിട്ടിരുന്ന നിരവധി വാഹനങ്ങൾ തകർന്നു. വെടിക്കെട്ടിന് വിസ്മയങ്ങൾ കരുതിവെച്ച് തിരുവമ്പാടിയും പാറമേക്കാവും. തൃശൂർ പൂരത്തിന്റെ മുഖ്യ ആകർഷണങ്ങളിലൊന്നായ വെടിക്കെട്ട് അവിസ്മരണീയ വിസ്മയമാക്കാൻ അണിയറയിൽ വിപുലമായ ഒരുക്കങ്ങൾ. ഡ്രാഗൺ ഫൈറ്റും സർജിക്കൽ സ്ട്രൈക്കും മറ്റ് സസ്പെൻസുകളും വെടിക്കെട്ട് കമ്പക്കാരുടെ കണ്ണും കാതും കവരും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രിയുടെ സന്ദർശന സമയത്ത് വൈദ്യുതി തടസ്സപ്പെട്ട സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തുമെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. വിഷയം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. എന്നാൽ വൈദ്യുതി ബോധപൂർവം തടസ്സപ്പെടുത്തിയതാണോ എന്ന കാര്യത്തിൽ അന്വേഷണം ഉണ്ടാകുമെന്ന് മന്ത്രി പാലക്കാട്ട് വ്യക്തമാക്കി. തിരുവനന്തപുരം വെള്ളയമ്പലത്താണ് ഇന്നലെ പ്രധാനമന്ത്രി എത്തിയപ്പോൾ വൈദ്യുതി തടസ്സപ്പെട്ടത്. ഇതിനെതിരെ വലിയ പ്രതിഷേധമുയർന്നിരുന്നു. ആരെങ്കിലും ബോധപൂർവം നടത്തിയതാണോ എന്ന് പരിശോധിക്കും. സർക്കാരിൻ്റെ 4ാം വാർഷികം നേട്ടങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ആഘോഷിക്കുന്നത്. ഓരോ വകുപ്പും നേട്ടങ്ങളുടെ പട്ടിക പുറത്തിറക്കും. കേരളത്തിൻ്റെ അടിസ്ഥാന വളർച്ചയ്ക്ക് ഊന്നൽ നൽകിയ സർക്കാരാണ് LDF സർക്കാർ. കേരള വികസനത്തിന് തടസ്സം കേന്ദ്ര ഫണ്ടിൻ്റെ വെട്ടിച്ചുരുക്കലാണ്. ദീർഘവീക്ഷണത്തിലൂടെയാണ് പദ്ധതികൾ നടപ്പിലാക്കുന്നത്. എല്ലാ വകുപ്പുകളും കൂട്ടായാണ് സർക്കാർ വാർഷികം ആഘോഷിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കല്ലേക്കാട് നിയന്ത്രണം തെറ്റിയ സ്കൂട്ടർ പാതയോരത്ത് കൂട്ടിയിട്ട പൈപ്പിൽ ഇടിച്ചു മറിഞ്ഞ് അമ്മയ്ക്കും 2 വയസ്സുള്ള മകനും ദാരുണാന്ത്യം. മാട്ടുമന്ത സ്വദേശികളായ 22 വയസ്സുള്ള അഞ്ജു, മകൻ ശ്രീയാൻ ശരത് എന്നിവരാണ് മരിച്ചത്. സ്കൂട്ടറിൽ ഒപ്പമുണ്ടായിരുന്ന മറ്റൊരു യുവതിക്ക് സാരമായി പരിക്കേറ്റു. പാലക്കാട് കുളപ്പുള്ളി പാതയിൽ കിഴക്കഞ്ചേരിക്കാവിന് സമീപമാണ് വെള്ളിയാഴ്ച രാവിലെ 11 മണിക്ക് അപകടമുണ്ടായത്. പാലക്കാട് മാട്ടുമന്ത സ്വദേശികളായ 22 വയസ്സുള്ള അഞ്ജു, മകൻ 2 വയസ്സുള്ള ശ്രീയാൻ ശരത് എന്നിവരാണ് മരിച്ചത്. സ്കൂട്ടർ നിയന്ത്രണം തെറ്റി പാതയോരത്ത് കൂട്ടിയിട്ട പൈപ്പുകളിലേക്ക് ഇടിച്ചു കയറിയ ശേഷം മറിയുകയായിരുന്നു. സ്കൂട്ടറിലൊപ്പം യാത്ര ചെയ്തിരുന്ന അഞ്ജുവിൻ്റെ സുഹൃത്തായ മറ്റൊരു യുവതിക്ക് പരിക്കേറ്റു. ഇവരെ കല്ലേക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. വാടാനംകുറിശി മേടിന് സമീപം വാഹനാപകടത്തിൽ 2 പേർക്ക് പരിക്ക്. 3 വാഹനങ്ങൾ ഇടിച്ചാണ് അപകടം. പരിക്കുകൾ ഗുരുതരമല്ല. പട്ടാമ്പി കുളപ്പുള്ളി പാതയിൽ വാടാനംകുറിശി മേട് ഭാഗത്ത് ചട്ടിപ്പറമ്പ് സൂപ്പർ മാർക്കറ്റിന് സമീപമാണ് വാഹനാപകടമുണ്ടായത്. കുളപ്പുള്ളി ഭാഗത്തു നിന്ന് പട്ടാമ്പി ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസും എതിർദിശയിൽ നിന്ന് വരികയായിരുന്ന ബൊലേറോ ജീപ്പും സ്കൂട്ടറുമാണ് അപകടത്തിൽപ്പെട്ടത്.
ബസിന്റെ സൈഡിലൂടെ ഇടിച്ച ബൊലേറോ ജീപ്പിന് പുറകിൽ സ്കൂട്ടറും ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ സ്കൂട്ടർ ജീപ്പിന്റെ അടിയിലേക്ക് നിരങ്ങിയെത്തി. 2 പേർക്ക് ചെറിയ തോതിൽ പരിക്കേറ്റിട്ടുണ്ടെന്നാണ് വിവരം. 3 വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അപകടത്തെ തുടർന്ന് പ്രദേശത്ത് ചെറിയ തോതിൽ ഗതാഗത തടസ്സവുമുണ്ടായി. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പാലക്കാട് കുളപ്പുള്ളി പാതയിൽ വാണിയംകുളം മുതൽ കുളപ്പുള്ളി വരെയുള്ള ഭാഗങ്ങളിൽ അപകടങ്ങൾ കുറയ്ക്കാൻ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കി. വാഹനങ്ങളുടെ അമിത വേഗത നിയന്ത്രിക്കാനാണ് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയത്. അപകടങ്ങൾ കുറയ്ക്കുന്നതിന്റെ ഭാഗമായി കല്ലിപ്പാടം കാർമൽ സ്കൂളിന് മുൻവശത്തും ആശാദീപം വളവിലും റാമ്പിൽ സ്ട്രിപ്പുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അപകട മേഖലയിൽ 6 ഇടങ്ങളിലാണ് ഇത്തരത്തിൽ സ്ട്രിപ്പുകൾ ഒരുക്കിയിട്ടുള്ളത്. സമീപത്തു തന്നെ അപകട സൂചന മുന്നറിയിപ്പ് ബോർഡുകളും സ്ഥാപിച്ചു. സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയ ശേഷം ഈ പ്രദേശത്ത് അപകടങ്ങൾ ഉണ്ടായിട്ടില്ലെന്നാണ് പൊതുമരാമത്ത് അധികൃതർ പറയുന്നത്. വാണിയംകുളത്ത് നവീകരണ പ്രവൃത്തികൾ കഴിഞ്ഞാൽ അവിടെയും സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാനാണ് തീരുമാനം. നേരത്തെയുണ്ടായ അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ റോഡ് ഓഡിറ്റിംഗ് നടത്തിയാണ് റൂട്ടിലെ ബ്ലാക്ക് സ്പോട്ട് പട്ടിക തയ്യാറാക്കിയത്. ഈ പട്ടികയിൽ ഉൾപ്പെടുന്ന സ്ഥലങ്ങളിൽ പ്രത്യേക സുരക്ഷാ മുന്നൊരുക്കങ്ങൾ നടത്തണമെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് നിർദ്ദേശം നൽകിയത്. ഇതിൻ്റെ ഭാഗമായി കൂടിയാണ് സുരക്ഷാ സംവിധാനം ഒരുക്കിയത്. സുരക്ഷാ സംവിധാനം കർശനമാക്കും മുമ്പ് 2 മാസത്തിനിടെ 5 അപകടങ്ങളാണ് പ്രദേശത്തുണ്ടായത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. നിയന്ത്രണമില്ലാതെ പെർമിറ്റ് നൽകി റെയിൽവേ അധികാരികൾ റെയിൽവേ സ്റ്റേഷൻ ഓട്ടോ ടാക്സി മേഖല തകർക്കുകയാണെന്ന് ഓട്ടോ ടാക്സി ടെമ്പോ ഡ്രൈവേഴ്സ് യൂണിയൻ CATU. തെറ്റായ നയം തിരുത്തണമെന്നാവശ്യപ്പെട്ട് യൂണിയൻ മുനിസിപ്പൽ കമ്മിറ്റി ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ മാർച്ച് നടത്തി. റെയിൽവേ സ്റ്റേഷന് മുന്നിൽ നടന്ന പ്രതിഷേധ യോഗം പി മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. ഇതുകൊണ്ട് എന്ത് വരുമാനമുണ്ടാക്കും? ആ വരുമാനം കൊണ്ട് മാത്രമല്ലേ അവർക്ക് ജീവിക്കാൻ പറ്റിക്കും. പെർമിഷനൊക്കെ നമുക്ക് യഥേഷ്ടം കൊടുക്കാനർത്ഥം. ഏത് സ്റ്റാൻഡിലാണെങ്കിലും ഏത് പ്രദേശത്താണെങ്കിലും ഓട്ടോറിക്ഷക്കാണെങ്കിലും ടാക്സിക്കാണെങ്കിലും ടെമ്പോനാണെങ്കിലും ഒക്കെ പെർമിഷൻ കൊടുക്കുന്നതിന് കൃത്യമായ ചില മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തി സാഹചര്യങ്ങൾ അനുകൂലമാണ് എങ്കിൽ, ധാരാളം സാധ്യതയും വരുമാനമുണ്ട് എങ്കിൽ അല്പം എണ്ണം നമുക്ക് വർദ്ധിപ്പിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അത് പക്ഷേ നിങ്ങൾ ഏകപക്ഷീയമായി തീരുമാനിച്ചാൽ കാര്യങ്ങൾ. യൂണിയൻ പ്രസിഡന്റ് ദിൻഷാദ് അധ്യക്ഷത വഹിച്ചു. CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി S. കൃഷ്ണദാസ്, നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ്, ഡിവിഷൻ കമ്മിറ്റി അംഗം ശ്രീജിത്ത്, പ്രസിഡന്റ് ജോൺസൺ, മുനിസിപ്പൽ കമ്മിറ്റി അംഗങ്ങളായ ശിവപ്രസാദ്, ജയൻ, രാജേഷ്, വിജയൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. തൃശൂർ കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം നഗരത്തിലെ വിവിധ ഹോട്ടലുകളിൽ നടത്തിയ പരിശോധനയിൽ പഴകിയ ഭക്ഷണം പിടികൂടി. നഗരത്തിലെ പ്രമുഖ ഹോട്ടലടക്കം 6 ഹോട്ടലുകളിൽ നിന്നാണ് പഴകിയ ഭക്ഷണം പിടിച്ചെടുത്തത്. തൃശൂർ പൂരത്തിന് മുന്നോടിയായിട്ടായിരുന്നു പരിശോധന. പഴകിയ ഭക്ഷണം പിടിച്ചെടുത്ത ഹോട്ടലുകളുടെ പേരുകൾ സഹിതം തൃശൂർ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ പ്രദർശിപ്പിച്ചു. നഗരത്തിലെ വിവിധ ഹോട്ടലുകളായ അരമന, കുക്ക്ഡോർ, തജ്നി, സീഫോർട്ട്, ഒറോട്ടി, ആലിയ എന്നീ ഹോട്ടലുകളിൽ നിന്നാണ് പഴകിയ ഭക്ഷണം പിടിച്ചെടുത്തത്. പഴകിയ ഭക്ഷണം പിടികൂടിയ ഹോട്ടലുകൾക്കെതിരെ ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് ആരോഗ്യ വിഭാഗം അറിയിച്ചു. തൃശൂർ പൂരത്തിന് മുന്നോടിയായിട്ടാണ് ആരോഗ്യവകുപ്പ് നഗരത്തിലെ ഹോട്ടലുകളിൽ പരിശോധന നടത്തിയത്. വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് JB മേത്തർ MP നയിക്കുന്ന മഹിളാ സാഹസ് കേരള യാത്രയ്ക്ക് കുളപ്പുള്ളിയിൽ വരവേൽപ്പ്. ഗസീബോ ഓഡിറ്റോറിയത്തിൽ നടന്ന സ്വീകരണ സമ്മേളനം മുൻ MP രമ്യ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. എടുക്കാൻ പറ്റൂല. നിങ്ങളൊന്ന് ആലോചിക്കണം, ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ അങ്ങനെ ഈ നാടിനും വീട്ടുകാർക്കും ആവശ്യമില്ലാത്ത ഒരു സർക്കാർ ഈ കേരളത്തിൽ വേണ്ട, പാലക്കാട്ടും വേണ്ട എന്ന് ജനങ്ങൾ പറയാ. ഇത് ഇന്നലെ ഞാനിങ്ങനെ പ്രസംഗിച്ചു, തൃത്താല പട്ടിത്തറ പഞ്ചായത്ത് പ്രസംഗിച്ചപ്പോ ഒരു ഓട്ടോ ചേട്ടൻ ഓടി വന്ന ഒരു പേപ്പറിൽ, ഒരു വെള്ള പേപ്പറിൽ എഴുതി, ഒന്ന് തിരുത്തണം മോളെ, തിരുത്തണം, നാടിനും വീടിനും വേണ്ടെന്നല്ല, നാട്ടുകാർക്ക് ഗുണമില്ലാത്ത എന്ന് പറയണം, വീട്ടിന് ഗുണമുണ്ട്. അപ്പൊ ഞാൻ ഞെട്ടിത്തരിച്ചു, എന്താ ഈ ചേട്ടൻ? ഞാൻ പ്രസംഗിച്ചു ഈ നാടിനും വേണ്ടാത്ത,
വീടിനും വേണ്ടാത്ത മുഖ്യമന്ത്രിയെ കേരളത്തിന് വേണ്ട. ചേട്ടൻ പറഞ്ഞു വീടിന് വേണം കുട്ടി, ഞാനും എന്റെ ഭാര്യയെ എന്റെ തട്ടാനും, ഒരു തട്ടാനും മതി എന്നുള്ള പോണ ഒരാളുണ്ട്. ആരാണ്? ദൈവമേ, നിങ്ങൾക്ക് ഭയങ്കര പത്രം വായിച്ച് ഭയങ്കര നോളജ് ഉള്ള ആളുകളാണ്. ആരാണ്? പിണറായി വിജയൻ പറയാണ് ഞാനും എന്റെ ഭാര്യയും തട്ടാനും. നമ്മൾ പണ്ട് പഴഞ്ചൊല്ല് പഠിച്ച പോലെ. സ്വീകരണ സമ്മേളനത്തിൽ മഹിളാ കോൺഗ്രസ് ഷൊർണൂർ മണ്ഡലം പ്രസിഡന്റ് ശ്രീകലാരാജൻ അധ്യക്ഷയായി. യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ടി സീന സ്വാഗതം പറഞ്ഞു. ജാഥ നയിക്കുന്ന മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജബി മേത്തർ മുഖ്യപ്രഭാഷണം നടത്തി. DCC വൈസ് പ്രസിഡന്റ് TH ഫിറോസ് ബാബു, മഹിളാ കോൺഗ്രസ് പാലക്കാട് ജില്ലാ പ്രസിഡന്റ് സിന്ധു രാധാകൃഷ്ണൻ, സംസ്ഥാന സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ, ബ്ലോക്ക് പ്രസിഡന്റ് MP ശാന്ത, ജില്ലാ സെക്രട്ടറിമാരായ KV പാർവതി, രമ രവീന്ദ്രൻ, DCC സെക്രട്ടറിമാരായ K കൃഷ്ണകുമാർ, TY ഷിഹാബുദ്ദീൻ, VK ശ്രീകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വാണിയംകുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മാസങ്ങളായി മരുന്നുകൾ ലഭ്യമല്ലെന്ന് പരാതി. പ്രതിഷേധവുമായി എത്തിയ BJP പ്രവർത്തകർ മെഡിക്കൽ ഓഫീസറെ ഉപരോധിച്ചു. ശനിയാഴ്ച രാവിലെ മരുന്നെത്തിക്കുമെന്ന് പോലീസിന്റെ സാന്നിധ്യത്തിൽ ലഭിച്ച ഉറപ്പിനെ തുടർന്നാണ് പ്രവർത്തകർ പിരിഞ്ഞുപോയത്. വാണിയംകുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മരുന്നുകൾ ലഭ്യമാകാത്തതുമൂലം പാവപ്പെട്ട രോഗികൾ വലിയ പ്രയാസം നേരിടുകയാണെന്ന് BJP നേതാക്കൾ ചൂണ്ടിക്കാട്ടി. പ്രതിഷേധമറിയിക്കാൻ BJP നേതാക്കൾ മെഡിക്കൽ ഓഫീസർക്ക് മുന്നിലെത്തി. ഡോക്ടർ ഒരു ചുമതലയിൽ ഇരിക്കുന്ന സമയത്ത് ഡോക്ടർ നിർവഹിക്കണം. അല്ല, ഞാൻ നിർവഹിച്ചിട്ടുണ്ട്. കാരണം ഇവിടെ മരുന്നില്ല എന്നുള്ള കാര്യം അറിയിക്കേണ്ട. കാരണം ഇവിടെ നമ്മൾ പൈസ പിരിച്ചല്ല മരുന്ന് മേടിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസമോ 2 ദിവസമോ മരുന്നിനോ മിനിഞ്ഞാമോ അല്ലല്ലോ മരുന്നിനേണ്ട ആയിട്ട് ദിവസങ്ങളായില്ലോ. ഡോക്ടർ ഒരു കാര്യം ചെയ്യും. ഇങ്ങനെ 10 ദിവസം കൊണ്ട് മരുന്നില്ലാത്ത ആൾക്കാർ വന്നിട്ട് ഇവിടെ പ്രതിഷേധത്തിലാണ് എന്നുള്ള കാര്യം ഉപരോധത്തെ തുടർന്ന് ഒറ്റപ്പാലം പോലീസ് സ്ഥലത്തെത്തി മെഡിക്കൽ ഓഫീസറുമായും സമരക്കാരുമായും ചർച്ച നടത്തി. ഫാർമസിക്ക് മുന്നിൽ മരുന്നില്ലെന്ന പോസ്റ്റർ ഒട്ടിച്ചു. ശനിയാഴ്ച രാവിലെ തന്നെ ഫാർമസിയിൽ മരുന്നെത്തിക്കാമെന്ന മെഡിക്കൽ ഓഫീസറുടെ ഉറപ്പിലാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. BJP മണ്ഡലം പ്രസിഡന്റ് R രഞ്ജിത്ത്, ഗ്രാമപഞ്ചായത്ത് പാർലമെന്ററി പാർട്ടി നേതാവ് AP പ്രസാദ്, മണ്ഡലം ജനറൽ സെക്രട്ടറി P ജയരാജ്, വൈസ് പ്രസിഡന്റ് VP ഷാജു, സെക്രട്ടറി V വിജു, പഞ്ചായത്ത് അംഗങ്ങളായ AC സുബ്രഹ്മണ്യൻ, U പ്രസീത, TG ശാലിനി, T ബാബു, B സുരേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. വാണിയംകുളത്തെ സർക്കാർ ആശുപത്രിയിൽ BJP നടത്തിയത് ആഭാസ സമരമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ഗംഗാധരൻ. മരുന്ന് അടുത്ത ദിവസം എത്തുമെന്ന് നേരത്തെ മനസ്സിലാക്കിയാണ് BJP പ്രഹസന സമരം നടത്തിയത്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഇത്തരം രാഷ്ട്രീയ നാടകങ്ങൾ ഇനിയും പ്രതീക്ഷിക്കാമെന്നും K ഗംഗാധരൻ പറഞ്ഞു. വാണിയംകുളം ഗ്രാമപഞ്ചായത്തിന്റെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഇന്ന് BJP നടത്തിയിട്ടുള്ള ആഭാസ സമരം നാട്ടുകാർ തിരിച്ചറിയണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. 2025-26 സാമ്പത്തിക വർഷത്തെ പദ്ധതിക്ക് DPC അംഗീകാരം കിട്ടാൻ ഏപ്രിൽ മാസം 24-ാം തീയതി നമ്മുടെ ജില്ലയിൽ 25-26 സാമ്പത്തിക വർഷത്തെ ആദ്യ DPCയിൽ തന്നെ പദ്ധതിക്ക് അംഗീകാരം വാങ്ങിയിട്ടുള്ള പഞ്ചായത്താണ് വാണിയംകുളം പഞ്ചായത്ത്. പദ്ധതിക്ക് അംഗീകാരം കിട്ടുന്നതിന് മുമ്പ് തന്നെ മരുന്നിനാവശ്യമായ ലേല നടപടികൾ സ്വീകരിക്കുകയും മരുന്നിന് ഓർഡർ കൊടുക്കുകയും മരുന്ന് അടുത്ത ദിവസം ആശുപത്രിയിൽ എത്തും എന്നറിഞ്ഞപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വർഷമായതുകൊണ്ട് നടത്തിയിട്ടുള്ള ഈ രാഷ്ട്രീയ നാടകം പ്രിയപ്പെട്ട നല്ല സുഹൃത്തുക്കൾ, നല്ല മനുഷ്യർ തിരിച്ചറിയണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ചളവറ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പടുകൂറ്റൻ മാവ് പൊട്ടിവീണു. ആളപായമില്ല. നിരവധി വാഹനങ്ങൾ തകർന്നു. ഇന്ന് രാവിലെ 10:15 ചളവറ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പടുകൂറ്റൻ മാവ് പൊട്ടിവീണത്. വലിയ ശബ്ദം കേട്ട് ആളുകൾ ഓടി രക്ഷപ്പെട്ടതിനാൽ വൻ ദുരന്തം ഒഴിവായി. ആർക്കും കാര്യമായ പരിക്കില്ല. അതേസമയം നിരവധി വാഹനങ്ങൾ തകർന്നിട്ടുണ്ട്. ഒരു കാറും ഓട്ടോറിക്ഷയും പൂർണ്ണമായും തകർന്നു.
മാവ് പൊട്ടിവീഴുന്ന സമയത്ത് ആശുപത്രിയിൽ നിരവധി പേരുണ്ടായിരുന്നു. ഭാഗ്യം കൊണ്ടാണ് വൻ ദുരന്തം ഒഴിവായത്. അതേസമയം ഏറെ നേരം അപ്രതീക്ഷിതമായി മരം പൊട്ടിവീണതിൻ്റെ നടുക്കത്തിലായിരുന്നു പലരും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പട്ടാമ്പി പെരുമുടിയൂരിൽ റെയിൽ അടിപ്പാത നിർമ്മാണം പ്രവർത്തികൾ പുരോഗമിക്കുന്നു. റെയിൽവേയുടെ 90 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം. VK ശ്രീകണ്ഠൻ MPയുടെ ശക്തമായ ഇടപെടലിനെ തുടർന്നാണ് റെയിൽവേ അടിപ്പാത നിർമ്മാണം കാര്യക്ഷമമായത്. പെരുമുടിയൂർ ഗവൺമെന്റ് ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിലേക്കും SNG LP സ്കൂളിലേക്കും വരുന്ന നൂറുകണക്കിന് വിദ്യാർത്ഥികളും ഇതിനു പുറമെ നാട്ടുകാരും സഞ്ചരിക്കുന്ന പെരുമുടിയൂരിൽ ഒരു റെയിൽവേ അടിപ്പാത വേണമെന്നുള്ള പതിറ്റാണ്ടുകളായുള്ള ആവശ്യത്തിനാണ് ഇപ്പോൾ പരിഹാരമാകുന്നത്. ഏറെ പ്രക്ഷോഭങ്ങൾക്ക് ശേഷമാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അടിപ്പാത നിർമ്മാണം ആരംഭിച്ചത്. നിർമ്മാണ പ്രവൃത്തികൾ ഇപ്പോൾ പുരോഗമിച്ചു വരികയാണ്. സ്കൂൾ PTA-യും ആക്ഷൻ കൗൺസിലുമെല്ലാം നിരന്തരമായി ആവശ്യപ്പെട്ടതിനെ തുടർന്ന് VK ശ്രീകണ്ഠൻ MPയുടെ ശക്തമായ ഇടപെടലിനെ തുടർന്നാണ് റെയിൽവേ അടിപ്പാത നിർമ്മാണം അധികൃതർ ആരംഭിച്ചത്. റെയിൽവേ ഫണ്ടായ 90 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് അടിപ്പാത നിർമ്മിക്കുന്നത്. സ്കൂൾ തുറക്കുമ്പോഴേക്കും അടിപ്പാത തുറന്നുകൊടുക്കാൻ കഴിയാവുന്ന രീതിയിലാണ് പ്രവൃത്തികൾ പുരോഗമിക്കുന്നത്. നൂറുകണക്കിന് വിദ്യാർത്ഥികൾ റെയിൽപാളം മുറിച്ചുകിടക്കാൻ ഏറെ പ്രയാസപ്പെട്ടിരുന്നു. ഒരിക്കൽ ട്രെയിനിടിച്ച് ഒരു വിദ്യാർത്ഥി മരിക്കുകയുമുണ്ടായി. ഇത്തരം ദാരുണ സംഭവങ്ങളും കുട്ടികളുടെ ദുരിതവും അവസാനിപ്പിക്കാനാണ് അടിപ്പാത നിർമ്മിക്കുന്നത്. അടിപ്പാത നിർമ്മാണം പൂർത്തിയാകുന്നതോടെ പെരുമുടിയൂർ ഗ്രാമവാസികളുടെ ചിരകാല സ്വപ്നമാണ് യാഥാർത്ഥ്യമാകുക. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പറളിയിൽ പതിറ്റാണ്ടുകളായി തകർന്നു കിടക്കുന്ന റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ നടപടിയുണ്ടാകാത്തതിനെതിരെ കോൺഗ്രസ് പ്രതിഷേധം. പുത്തൻതൊടിയിൽ കോൺഗ്രസ് പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. പറളി ഗ്രാമപഞ്ചായത്തിൽ 11, 12 വാർഡുകളിലൂടെ കടന്നുപോകുന്ന 5 മൈൽ കൂത്തുപറമ്പ് റോഡാണ് പാടെ തകർന്നിരിക്കുന്നത്. റോഡ് ഗതാഗതയോഗ്യമാക്കാൻ നടപടിയുണ്ടാകാത്തതിൽ പ്രതിഷേധിച്ചാണ് 5 മൈൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുത്തൻതൊടിയിൽ റോഡ് ഉപരോധിച്ചത്. പൂർണ്ണ തകർച്ചയിലായ പാതയിലൂടെ യാത്ര ദുരിതപൂർണമാണെന്ന് പ്രതിഷേധക്കാർ ചൂണ്ടിക്കാട്ടി. റോഡ് ഉപരോധം പറളി ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് H. അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു. ലിബിൻ വലിയപറമ്പിൽ അധ്യക്ഷത വഹിച്ചു. C. സുഭാഷ്, K. A. ഹക്കീം, K. മണികണ്ഠൻ, അയ്യൂബ്, K. M. ഫിറോസ്, ഹമീദ്, മണിയൻ പുത്തൻ വലിയപറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല, ഇനി ഈ റോഡ് ടാർ ചെയ്ത ശേഷം ഇവർ അതിനെ കൊണ്ടുവന്ന് ചാല് കയറും. ഈ ചാല് കയറി വീണ്ടും ഈ റോഡിന് കൊളാക്കാനുള്ള ഒരു സംവിധാനമാണ്. 5 മൈൽ ഇറങ്ങിയ റോഡ് തന്നെ പണിയെടുത്ത് മാസങ്ങൾക്കുള്ളിൽ വന്ന് ജലജീവൻ മിഷന്റെ ഭാഗമായി റോഡ് പൊളിച്ചാൽ മൊത്തം യാത്ര ചെയ്യാൻ പറ്റുന്ന സാഹചര്യമാണ്. അങ്ങനെ ഒരു ദുർഗതിയിലേക്കാണ് ഈ റോഡ് എത്തിക്കാൻ പഞ്ചായത്ത് ഭരണസമിതി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെയാണ് ഈ പ്രതിഷേധം ഈ 5 മൈൽ കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. MLA ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പട്ടാമ്പി നിളയോര പാർക്കിലേക്ക് തണൽ വൃക്ഷത്തൈകളും അലങ്കാര ചെടികളും നൽകി വനമിത്ര പുരസ്കാര ജേതാവ് മുരളീധരൻ വേളേരിമഠം. തൈകൾ മുഹമ്മദ് മുഹസിൻ MLA ഏറ്റുവാങ്ങി. പാർക്കിന്റെ നിർമ്മാണ പ്രവൃത്തികൾ അന്തിമഘട്ടത്തിലാണ്. പട്ടാമ്പിയിലെ നിളയോര പാർക്ക് അതിമനോഹരമാക്കും. അതിനുള്ള അന്തിമഘട്ട നിർമ്മാണ പ്രവൃത്തികൾ നടക്കുകയാണ്. പാർക്ക് മനോഹരമാക്കുന്നതിനാവശ്യമായ ചെടികളും തണൽ വൃക്ഷങ്ങളും കൈമാറിക്കഴിഞ്ഞു. പട്ടാമ്പി സ്വദേശിയും പരിസ്ഥിതി പ്രവർത്തകനുമായ സംസ്ഥാന വനമിത്ര പുരസ്കാര ജേതാവ് മുരളീധരൻ വേളേരിമഠമാണ് ചെടികളും തണൽ വൃക്ഷത്തൈകളും നൽകിയത്. മുഹമ്മദ് മുഹസിൻ MLA അവ ഏറ്റുവാങ്ങി. നമ്മുടെ പട്ടാമ്പിയിൽ ഭാരതപ്പുഴക്ക് സൈഡിലായിട്ട് പുതിയ പാർക്ക് MLA ഫണ്ടിൽ അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുകയാണ്. പൂർണ്ണമായി MLA ഫണ്ടിൽ നിർമ്മിക്കുന്ന ഒരു പാർക്കാണ്. അപ്പോൾ ആ പാർക്ക് നിർമ്മിക്കുമ്പോൾ അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുന്ന സമയത്ത് നമ്മുടെ വനമിത്ര അവാർഡ് ജേതാവ് കൂടിയായിട്ടുള്ള ശ്രീ മുരളി വേളേരിമഠം, അദ്ദേഹത്തിൻ്റെ ഒരുപാട് കാലം അദ്ദേഹം പരിപാലിച്ച നിരവധിയായിട്ടുള്ള ചെടികൾ അതിനുവേണ്ടി പിന്നെ പാർക്കിന് വേണ്ടി സംഭാവന ചെയ്തിരിക്കുകയാണ്. പ്രത്യേകം അദ്ദേഹത്തോട് നന്ദി അറിയിക്കുകയാണ്. അദ്ദേഹം ദീർഘകാലമായി തണൽ മരങ്ങളും അതുപോലെ തന്നെ മറ്റു പിന്നെ പാർക്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന അലങ്കാര ചെടികളും ഒക്കെ തന്നെ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഏറ്റവും നന്നായി പരിപാലിച്ചതാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകം അദ്ദേഹത്തോട് നന്ദി അറിയിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത് പട്ടാമ്പിയിലെ ജനങ്ങൾക്ക് പാർക്കിൽ വന്നിരിക്കുമ്പോൾ അവർക്ക് കാണാൻ കണ്ണിന് കുളിർമ നൽകുന്ന, അവർക്ക് തണൽ നൽകുന്ന, മനോഹരമായിട്ട് അവരുടെ മൊമെന്റുകൾക്ക് പിന്നെ കളറ് പകരാൻ കഴിയുന്ന രീതിയിലുള്ള ചെടികളാണ്. വിദേശത്തു നിന്ന് എത്തിച്ച പൂച്ചെടികൾ, അലങ്കാര സസ്യങ്ങൾ, തണൽ വൃക്ഷങ്ങൾ എന്നിവയടക്കം 50ഓളം ഇനങ്ങളാണ് നൽകിയത്. ഇവ അടുത്ത ദിവസം തന്നെ പാർക്കിൽ നടും.
മുഹമ്മദ് മോഹസിൻ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നാണ് പാർക്ക് നിർമ്മിക്കുന്നതിന് തുക അനുവദിച്ചത്. നിർമ്മാണ പ്രവൃത്തികൾ അന്തിമഘട്ടത്തിലാണ്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കൊപ്പം സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ ചിൽഡ്രൻസ് ഹാപ്പിനെസ് പാർക്ക് സ്ഥാപിച്ചു. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് 5 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കൊപ്പം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ചിൽഡ്രൻസ് ഹാപ്പിനെസ് പാർക്ക് നിർമ്മിച്ചത്. ഊഞ്ഞാൽ, സീസോ, സ്ലൈഡർ, മെറിഗോ റൗണ്ട് എന്നിവയാണ് കുട്ടികൾക്ക് കളിക്കാനായി സജ്ജീകരിച്ചിട്ടുള്ളത്. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ ഹാപ്പി പാർക്ക് ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ഇന്നൊരു ഹാപ്പിനെസ് പാർക്ക് സജീവമായിട്ടുള്ളത്. ഇതിന് ഇനിയും കുറച്ചും കൂടി പണികളൊക്കെ ബാക്കിയുണ്ട്. അപ്പോൾ ഇനിയും കുറച്ചും കൂടി സൗകര്യങ്ങൾ ഏർപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ എന്തായാലും വരുന്ന വർഷത്തിലെ ഫണ്ട് വെച്ചുകൊണ്ട് കൂടുതൽ ഇത് മെച്ചപ്പെടുത്തുന്നതിന് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് ഒരുക്കമാണ്. എന്തായാലും നമുക്കറിയാം, നമ്മുടെ ഹോസ്പിറ്റലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് മറ്റ് സ്വകാര്യ ഹോസ്പിറ്റലിനൊക്കെ വെല്ലുന്ന തരത്തിലുള്ള ഒരു ഹോസ്പിറ്റലാണ് നമുക്ക് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അതിരുകളിൽ നമ്മുടെ ഈ ഹോസ്പിറ്റൽ നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം, ഇവിടെ വരുന്ന രോഗികളും അതിന് തൃപ്തരാണ്. പക്ഷേ എന്തൊക്കെ നമ്മൾ ചെയ്താലും അതിന് വേറെ കുറ്റങ്ങളും കുറവുകളും ഉണ്ടാവുകയാണ്. അത് സ്വാഭാവികമാണ്. പക്ഷെ അത് വലിയൊരു വാർത്തക്കായി നമ്മുടെ ആശുപത്രിയുടെ പേരിന് കളങ്കം വരുത്തിക്കൊണ്ടാണ് ഇവിടെ ആളുകൾ അതിന് ശ്രമിക്കുന്നത്. എന്തായാലും നമുക്കറിയാം. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KA റഷീദ് അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തസ്നിമ ഇസ്മായിൽ, ബ്ലോക്ക് മെമ്പർ KA സരിത, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലീന കുമാരി, ഡോക്ടർ ആശാ ജലാൽ, ഇസ്മായിൽ വിളയൂർ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ബാലസംഘം ഒറ്റപ്പാലം ഏരിയ വേനൽത്തുമ്പി കലാജാഥ സമാപിച്ചു. കലാജാഥ സമാപനവും കുളപ്പുള്ളി വില്ലേജ് ബാലോത്സവവും വടക്കേക്കര ALP സ്കൂളിൽ നടന്നു. വേനൽത്തുമ്പി സമാപന സമ്മേളനത്തിൻ്റെയും കുളപ്പുള്ളി വില്ലേജ് ബാലോത്സവത്തിൻ്റെയും ഉദ്ഘാടനം ബാലസംഘം പാലക്കാട് ജില്ലാ അക്കാഡമിക് കൺവീനർ രാഹേഷ് നിർവഹിച്ചു. നമ്മുടെ നാട്ടിൽ നിന്നാണ്, പാലക്കാട് ജില്ലയിൽ നിന്നാണ്, പട്ടാമ്പിയുടെ നിളയോരത്തു നിന്നാണ് വേനൽത്തുമ്പികൾ ഉണ്ടാവുന്നത്. ആ വേനൽത്തുമ്പികളുടെ ഒരു വലിപ്പമൊക്കെ ഒന്ന് ഒരുപാട് വലിപ്പം കൂടി. ആ വേനൽത്തുമ്പികൾ ഇന്ന് നിങ്ങളെ കാണാൻ വേണ്ടി വരാൻ വേണ്ടി പോവാണ്. നിങ്ങൾ കാത്തിരിക്കല്ലേ? അവരെ കാത്തിരിക്കല്ലേ? റെഡിയല്ലേ? ആ വേനൽത്തുമ്പികളുടെ പ്രത്യേകത എന്താണെന്നറിയോ? എന്താ പ്രത്യേകത എന്നറിയോ? അറിയില്ല? ആ വേനൽത്തുമ്പികളുടെ പ്രധാന പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വേനൽത്തുമ്പികൾക്ക് ചിറകുണ്ട്. എന്താണ്? സംഘാടക സമിതി ചെയർമാൻ ബാബു അധ്യക്ഷത വഹിച്ചു. കൺവീനർ ലക്ഷ്മണൻ സ്വാഗതം പറഞ്ഞു. വേനൽത്തുമ്പികൾക്കുള്ള ഉപഹാരം പ്രഭാതം പ്രസിഡന്റ് MR മുരളി സമ്മാനിച്ചു. വിവിധ യൂണിറ്റുകളിലെ കുട്ടികളുടെ കലാപ്രകടനവും വേനൽത്തുമ്പികളുടെ അവതരണവുമുണ്ടായി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. തൃശൂർ പൂരം കാണാൻ എത്തുന്നവർക്ക് പലതിനോടുമാണ് ഇഷ്ടം. ചിലർ മേളം കമ്പക്കാരാണ്, മറ്റു ചിലർ കുടമാറ്റം ഏറെ ഇഷ്ടപ്പെടുമ്പോൾ കരിവീരന്മാരിലായിരിക്കും ചിലരുടെ കണ്ണ്. വെടിക്കെട്ട് ഇഷ്ടപ്പെടുന്നവരാണ് ഇനിയൊരു വിഭാഗം. അക്കൂട്ടർക്ക് സന്തോഷിക്കാൻ ഏറെ വക നൽകുന്നതാണ് വെടിക്കോപ്പ് നിർമ്മാണശാലയിലെ കാഴ്ചകൾ. ഇത്തവണയും തേക്കിൻകാട് മൈതാനിയുടെ മാനത്ത് ശബ്ദവർണ്ണ വിസ്മയം തീർക്കാനുള്ള തയ്യാറെടുപ്പിലാണ് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ. സാമ്പിൾ പൂരം വെടിക്കെട്ടുകൾക്കായുള്ള വെടിക്കോപ്പുകളുടെ അവസാന വട്ട മിനുക്കുപണികളിലാണ് ഇരു ദേവസ്വങ്ങളുടെയും വെടിക്കെട്ട് പണിക്കാർ. പുതുമയാർന്ന വെടിക്കോപ്പുകളാണ് സാമ്പിൾ വെടിക്കെട്ടിനും പൂരം വെടിക്കെട്ടിനുമായി തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. തിരുവമ്പാടി ദേവസ്വത്തിനു വേണ്ടി മുണ്ടത്തിക്കോട് സതീശനും പാറമേക്കാവിനു വേണ്ടി ബിനോയ്ക്കുമാണ് നിർമ്മാണ ചുമതല. വ്യത്യസ്തങ്ങളായ അമിട്ടുകൾ പൂരത്തിൻ്റെ ഭാഗമായി ഇരുവിഭാഗവും തയ്യാറാക്കിയിട്ടുണ്ട്. ഡ്രാഗൺ ഫൈറ്റ്, സർജിക്കൽ സ്ട്രൈക്ക് എന്നീ പേരുകളിൽ വ്യത്യസ്ത അമിട്ടുകൾ ഇത്തവണ തിരുവമ്പാടിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ പാറമേക്കാവിൻ്റെ ഭാഗത്തുമുണ്ട് വെടിക്കെട്ടിനായി ഒളിപ്പിച്ചുവെച്ച ഒട്ടേറെ സസ്പെൻസുകൾ. നിരവധി വെടിക്കെട്ട് കലാകാരന്മാരുടെ 4 മാസത്തെ കഠിനാധ്വാനമാണ് ഓരോ പൂരപ്രേമിയുടെയും കണ്ണും കാതും മനസ്സും നിറയ്ക്കുന്ന വെടിക്കെട്ടായി മാറുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഒറ്റപ്പാലം പ്രസ് ക്ലബിന്റെ 30ാം വാർഷികം ആഘോഷിച്ചു. പാലപ്പുറം ലക്ഷ്മിനാരായണ വിദ്യാനികേതൻ സീനിയർ സെക്കൻഡറി സ്കൂൾ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി മന്ത്രി K കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ ഫിറോസ് K പടിഞ്ഞാർക്കര അധ്യക്ഷത വഹിച്ചു. സുവനീർ പ്രഖ്യാപനവും മുഖചിത്രം പ്രകാശനവും സംവിധായകൻ ലാൽ ജോസ് നിർവഹിച്ചു. VK ശ്രീകണ്ഠൻ MP, K പ്രേംകുമാർ MLA എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. ഒറ്റപ്പാലം CMN ട്രസ്റ്റ് ചെയർമാൻ U പമ്പാവാസൻ നായർ, നെഹ്റു ഗ്രൂപ്പ് ചെയർമാൻ P കൃഷ്ണദാസ്, റോയൽ ഗ്രൂപ്പ് ചെയർമാൻ PV ഹംസ, നിള ഗ്രൂപ്പ് MD മുസ്തഫ, PT ആർട്സ് ചെയർമാൻ യാസിർ പുതിയടത്ത്, കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് MD TP രാജഗോപാൽ, ജസ്റ്റ് പെയ്ഡ് റിയൽ എസ്റ്റേറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ്
ഡയറക്ടേഴ്സ് ചെയർമാൻ ടി.എ. നാസർ, ടി.എ. നിഷാദ് എന്നിവരെ ആദരിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ കെ. ജാനകിദേവി, സംഘാടക സമിതി കൺവീനർ മനോജ് സ്റ്റീഫൻ, പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് എം. സനോജ്, സെക്രട്ടറി കെ. രാഗേഷ്, വൈസ് പ്രസിഡന്റ് കൃപേഷ് കൃഷ്ണകുമാർ, ട്രഷറർ എ. പി. ഉമ്മർ, മുതിർന്ന അംഗം പി. എം. മുഹമ്മദ് യൂസഫ് എന്നിവർ സംസാരിച്ചു. വയലിനിസ്റ്റ് ഗംഗാ ശശിധരൻ അവതരിപ്പിച്ച വയലിൻ ഫ്യൂഷൻ അരങ്ങേറി. ഒറ്റപ്പാലത്ത് 1994 പ്രസ് ക്ലബ്ബ് പ്രവർത്തനം ആരംഭിച്ചത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ബാങ്കിംഗ് മേഖലയിലെ ഒഴിവുകൾ നികത്താത്തതും കിട്ടാക്കടം തിരിച്ചുപിടിക്കാത്തതും വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ടെന്ന് AKBEF ജനറൽ സെക്രട്ടറി ബി. രാംപ്രകാശ്. നവബാങ്കിംഗ് സംവിധാനങ്ങളിൽ തൊഴിലാളി സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നത് അംഗീകരിക്കാനാകില്ലെന്നും രാംപ്രകാശ് പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. രാജ്യത്തെ ബാങ്കിംഗ് മേഖലയിൽ 2 ലക്ഷത്തോളം ഒഴിവുകളുണ്ടെങ്കിലും കേന്ദ്ര സർക്കാർ ഇത് നികത്തുന്നില്ല. കഴിഞ്ഞ 10 വർഷത്തിനിടെ 16 ലക്ഷം കോടിയാണ് കോർപ്പറേറ്റ് ഭീമന്മാരുടെ വായ്പ എഴുതി തള്ളിയത്. ഇത് ബാങ്കിംഗ് മേഖലയെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. നവബാങ്കിംഗ് സംവിധാനങ്ങളിൽ തൊഴിൽ സംഘടനകളില്ലാത്തത് തൊഴിലാളി ദ്രോഹത്തിനിടയാക്കുന്നുണ്ട്. ലോർഡ് കൃഷ്ണ ബാങ്കിനെ സെഞ്ചുറിയൻ ബാങ്ക് ഓഫ് പഞ്ചാബും പിന്നീട് ഈ ബാങ്കിനെ HDFCയും ഏറ്റെടുത്തു. ലോർഡ് കൃഷ്ണ ബാങ്കിലെ തൊഴിലാളികൾ നിലനിൽക്കുന്നതിനാലാണ് HDFCയിൽ HDFC BEU പ്രവർത്തിക്കുന്നത്. HDFC BEUവിൻ്റെ 31ാം ദേശീയ സമ്മേളനം മെയ് 4 പാലക്കാട്ട് നടക്കും. കേന്ദ്ര സർക്കാരിൻ്റെ ലേബർ കോഡിലും ബാങ്കിംഗ് മേഖലയുടെ സ്വകാര്യവൽക്കരണത്തിലും തൊഴിലാളി ദ്രോഹത്തിലും പ്രതിഷേധിച്ച് മെയ് 20 നടക്കുന്ന ദേശീയ പ്രക്ഷോഭത്തിൽ AIBEയും അഫിലിയേറ്റഡ് സംഘടനകളും പങ്കെടുക്കുമെന്നും രാംപ്രകാശ് അറിയിച്ചു. പക്ഷേ ഗവൺമെന്റ് എല്ലാം നികത്തി എന്നുള്ള ഒരു വാദമാണ് വെക്കുന്നത്. അപ്പോൾ അത് വെച്ചുകൊണ്ട് 2 ദിവസത്തെ പണിമുടക്കിന് മാർച്ച് മാസം ഇന്ത്യയിലെ ഉള്ള മുഴുവൻ ബാങ്ക് യൂണിയനുകളുടെ ഐക്യവേദി 2 ദിവസത്തെ പണിമുടക്കിന് നമ്മൾ ആഹ്വാനം നൽകിയിരുന്നു. ചർച്ചകൾക്ക് ഒടുവിൽ റിക്രൂട്ട്മെന്റിൽ ഒരു കാതലായ മാറ്റം വരുത്താമെന്ന് പറഞ്ഞതിന്റെ വെളിച്ചത്തിൽ പണിമുടക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. ചർച്ചകൾ നടക്കുന്നുണ്ട്. ബാങ്കിംഗ് മേഖലയിലുള്ള വേറൊരു വിഷയമെന്ന് പറയുന്നത് ഇവിടെ ധാരാളം കിട്ടാക്കടങ്ങളുണ്ട്. ഇഷ്ടംപോലെ കിട്ടാക്കടങ്ങളുണ്ട്. പ്രത്യേകിച്ച് കോർപ്പറേറ്റ് കിട്ടാക്കടങ്ങൾ വളരെ കൂടുതലാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഈ രാജ്യത്ത് ഹെയർ കട്ട് എന്ന പേരിൽ വലിയ കോർപ്പറേറ്റ് ഭീമന്മാർക്ക് എഴുതി തള്ളിയ സംഖ്യ എന്ന് പറയുന്നത് തന്നെ ഏകദേശം 16 ലക്ഷം കോടി രൂപയാണ് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ എഴുതി തള്ളിയിട്ടുള്ളത്. ഇതുപോലത്തെ വലിയ വിഷയങ്ങളുണ്ട്. ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭമാണ് ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ കഴിഞ്ഞ 30 വർഷമായിട്ട് നമ്മൾ നടത്തുന്നുണ്ട്. 53 പണിമുടക്കുകൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ നടത്തിയിട്ടുള്ള സംഘടനയാണ് AIBA. ഈ വരുന്ന മെയ് 20-ാം തീയതി രാജ്യത്തെ ഉള്ള 11 ട്രേഡ് യൂണിയനുകൾ, കേന്ദ്ര ട്രേഡ് യൂണിയനുകൾ ഈ ലേബർ ആക്ടിൽ വരുന്ന മാറ്റങ്ങളെ എതിർത്തുകൊണ്ട് ഒരു ദിവസത്തെ പണിമുടക്കിന് ആഹ്വാനം നൽകിയിട്ടുണ്ട്. അതിലും ഈ പറയുന്ന AIBA, നമ്മുടെ HDFC ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ ഉൾപ്പെടെയുള്ള ഓൾ ഇന്ത്യ HDFC BEU ആക്ടിംഗ് പ്രസിഡന്റ് SY ഷാഹിൻ, ജനറൽ സെക്രട്ടറി കെ. മണികണ്ഠൻ, AKBEF അസിസ്റ്റന്റ് സെക്രട്ടറി കെ. സന്തോഷ് കുമാർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. INTUC ഷൊർണൂർ റീജിയണൽ കമ്മിറ്റി മെയ് ദിന സമ്മേളനം നടത്തി. KPCC സെക്രട്ടറി ഹരിഗോവിന്ദൻ മാസ്റ്റർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സർക്കാർ ഇന്ത്യയിലും ഇതുപോലെ തന്നെ തൊഴിലാളികൾ സംഘടിക്കുകയും ഒരു കാലത്ത് തൊഴിലാളികൾക്ക് സംഘടിക്കാൻ കഴിയുമായിരുന്നില്ല. തൊഴിലാളികളൊക്കെ സംഘടിക്കാൻ മെനക്കെട്ടാൽ മുതലാളിമാർ അവര് ചെയ്തിരുന്ന ക്രൂരമായ പൈശാചികമായ ഉപദ്രവങ്ങളൊക്കെ നമുക്ക് ഓർമ്മ വരികയാണ്.
ഞാനൊരു തൊഴിലാളി സംഘടനാ പ്രവർത്തകനാണ്. അധ്യാപക സംഘടനയും അധ്യാപനം ഒരു തൊഴിലാണ്, പ്രൊഫഷനോടൊപ്പം തന്നെ അത് തൊഴിൽ കൂടിയാണ്. ഞാനീ തൊഴിലാളി സംഘടനാ ചരിത്രം പഠിച്ചപ്പോൾ ഈ 1886 ഈ ചിക്കാഗോയിൽ നടന്ന ഈ സമരത്തിന് എത്രയോ മുമ്പ് 3 പതിറ്റാണ്ട് മുമ്പ് അതേ ചിക്കാഗോയിൽ 200ഓളം അധ്യാപന അവകാശത്തിന് വേണ്ടി സമരം ചെയ്ത കാലത്ത് എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുകയാണ്. പക്ഷേ വർത്തമാന കാലഘട്ടങ്ങളിൽ നമ്മുടെ അവസ്ഥ എന്താ? ഇന്ത്യയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എങ്ങനെയാണ് ഇതിനെ കണ്ടത്? അവിടെയാണ് വ്യത്യസ്തമായ നിലപാടുകൾ. നമുക്ക് ഓർമ്മയുണ്ട് തുല്യ ജോലിക്ക് തുല്യ വേതനം എന്ന ആശയം. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായതിന്റെ 100ാമത് വർഷം നമ്മളെല്ലാവരും ഇപ്പോൾ ആചരിച്ചുകൊണ്ടിരിക്കുകയാണ്. മഹാത്മാഗാന്ധി നമുക്കറിയാം, അവിടെ നീലം തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് അദ്ദേഹമാണ് പുതിയൊരു ആശയം, അവശ്യാധിഷ്ഠിത മിനിമം വേതനം എന്നൊരു ആശയം തൊഴിലാളി സംഘടനാ രംഗത്തേക്ക് കൊണ്ടുവരുന്നു. അവശ്യാധിഷ്ഠിത മിനിമം വേതനം എന്ന ആശയം അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തിന് ഇവിടെ യേശുദേവൻ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം INTUC റീജിയണൽ പ്രസിഡന്റ് ഹംസ മേലാടയിൽ അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറിമാരായ കെ കൃഷ്ണകുമാർ, VK ശ്രീകൃഷ്ണൻ, VKP വിജയനുണ്ണി, INTUC മണ്ഡലം പ്രസിഡന്റ് വിനയകുമാർ, സുരേഷ് ബാബു, പാറുകുട്ടി, ഗീത, ഗിരിജ, താഹിർ, ഇസ്മായിൽ, ഷെരീഫ്, സുലൈമാൻ, ഉണ്ണി, സഹദേവൻ, സുരേഷ് കുമാർ, ശിവദാസൻ, ലത, സുന്ദരൻ, ദേവദാസ് എന്നിവർ പ്രസംഗിച്ചു. INTUC റീജിയണൽ സെക്രട്ടറി ഹരി ഷൊർണൂർ സ്വാഗതവും സരോജാദേവി നന്ദിയും പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. PMMSY പദ്ധതിയുടെ ഭാഗമായി മങ്കരയിൽ നടത്തിയ മിനി പുനഃസംക്രമണ മത്സ്യകൃഷിയുടെ വിളവെടുപ്പ് നടത്തി. വിളവെടുപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് ഉദ്ഘാടനം ചെയ്തു. ഈച്ച വാങ്ങണമെങ്കിൽ 275 രൂപ വരും. അപ്പൊ നാമമാത്രമായ ഒരു ലാഭം എടുത്തുകൊണ്ട് അവരുടെ ഈ പച്ചക്കറി കൃഷിയും ഇതും ഒപ്പം കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മൂർത്തിയും സന്ധ്യയും കുട്ടികളുടെയും 11 മാസത്തെ ശ്രമഫലമാണ് ഈ വിളവെടുപ്പ്. തീർച്ചയായിട്ടും ഇത് ഇനിയും തുടർന്നു പോകുന്നതിനുള്ള സംവിധാനം കൃഷി വകുപ്പ് ചെയ്യും എന്ന് തന്നെയാണ് വേണുഗോപാൽ സാറും അജീഷും പറഞ്ഞിരിക്കുന്നത്. ഈ രീതിയിലുള്ള മത്സ്യകൃഷി പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇതിന്റെ ഭാഗമായി തന്നെ മങ്കര ഗ്രാമപഞ്ചായത്തിനും കഴിഞ്ഞ 2 വർഷങ്ങളിൽ നമ്മൾ സ്കീമിന് വേണ്ടിയിട്ട് പൈസ. ചടങ്ങിൽ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഫിഷറീസ് ഓഫീസർ B വേണുഗോപാൽ, പ്രൊജക്ട് കോർഡിനേറ്റർ KA അജീഷ് എന്നിവർ സംസാരിച്ചു. മങ്കര കോട്ടയിൽ മൂർത്തിയുടെ വീട്ടുമുറ്റത്താണ് 5000 ലിറ്റർ ടാങ്ക് കെട്ടി മത്സ്യകൃഷി ഇറക്കിയത്. 11 മാസത്തിന് ശേഷമാണ് വിളവെടുപ്പ് നടത്തിയത്. സബ്സിഡിയോടെയാണ് പദ്ധതി. മലമ്പുഴ ഫിഷറീസ് വകുപ്പിന്റെ സഹകരണത്തോടെയാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കോട്ടായി അപ്പുണ്ണിയേട്ടൻ വായനശാല 5ാം വാർഷികം നാടിന്റെ ഉത്സവമായി. വാർഷികാഘോഷം കുഴൽമന്ദം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK ദേവദാസ് ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് R റിൻസി അധ്യക്ഷത വഹിച്ചു. സ്വാഗത സംഘം ചെയർമാൻ മഹേഷ് കുമാർ സ്വാഗതം പറഞ്ഞു. സർവീസിൽ നിന്ന് വിരമിക്കുന്ന മാതൃകാ വ്യക്തിത്വത്തിന് നൽകുന്ന അപ്പുണ്ണിയേട്ടൻ സ്മാരക പുരസ്കാരം തോമസ് അലക്സാണ്ടർക്ക് സമ്മാനിച്ചു. വായനശാല സെക്രട്ടറി അജേഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. കോട്ടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A സതീഷ്, പാലക്കാട് ജില്ലാ ലൈബ്രറി കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി MMA ബക്കർ, ദയ ചാരിറ്റബിൾ ട്രസ്റ്റ് സ്ഥാപക ചെയർമാൻ EB രമേശ് എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. അപ്പുണ്ണിയേട്ടൻ സ്മാരക പുരസ്കാരം, മാത്തൂർ ഹരിദാസ് മാസ്റ്റർ ശ്രേഷ്ഠ വിദ്യാലയ പുരസ്കാരം, പുളിനെല്ലി മുത്തുമാസ്റ്റർ കർമ്മശ്രേഷ്ഠ പുരസ്കാരം, കുഴൽമന്ദം പാഞ്ചാലി ടീച്ചർ സ്മാരക കായിക പുരസ്കാരം തുടങ്ങി വിവിധ പുരസ്കാരങ്ങളുടെ സമർപ്പണം നടന്നു. വിരമിക്കുന്ന അംഗൻവാടി വർക്കർമാർക്ക് ചടങ്ങിൽ യാത്രയയപ്പ് നൽകി. വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ദശദിന പരിപാടികളിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു. ബ്ലോക്ക് മെമ്പർ കുഞ്ഞിലക്ഷ്മി, സോമദാസൻ, അനിൽ, നീലിമ കൊടുങ്ങല്ലൂർ, വിനീത സുരോജ് തുടങ്ങിയവർ സംസാരിച്ചു. നൃത്തനൃത്യങ്ങൾ, നാടൻപാട്ട്, മിമിക്രി, മറ്റ് വിവിധ കലാപരിപാടികൾ എന്നിവയുമുണ്ടായി. ന്യൂസ് ബ്യൂറോ, കോട്ടായി. വാണിയംകുളത്ത് വിരമിക്കുന്ന അംഗൻവാടി അധ്യാപികമാർക്ക് ഗ്രാമപഞ്ചായത്ത് യാത്രയയപ്പ് നൽകി. യാത്രയയപ്പ് സമ്മേളനം P മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ ഉദ്യോഗസ്ഥന്മാരും ജനപ്രതിനിധികളും ഒക്കെയാണ് എന്നാണ്.
ഒരു സദസ്സിൽ വെച്ചുകൊണ്ട് യാത്രയ്ക്ക് വേണ്ടി വാങ്ങി പോവുക എന്ന് പറയുന്നത് തന്നെ മഹാഭാഗ്യമായ കാര്യമാണ്. സർവീസ് നടത്തിയ ഈ പ്രവർത്തനത്തിന്റെ ഭാഗമായുള്ള അംഗീകാരം ആളെ പിരിഞ്ഞു പോകുന്നവർക്കും അത് തന്നെയാണ് നടത്തുന്നത്. പക്ഷേ നേരത്തെയുള്ള കാലത്ത് വർഷങ്ങൾക്ക് മുമ്പ് സർവീസ് ചേരുന്നതും അറിഞ്ഞിരുന്നില്ല, പിരിഞ്ഞു പോകുന്നതും അറിഞ്ഞിരുന്നില്ല. അന്നപ്പോ ഇതിന്റെ പേര് ബാലവാടി എന്നല്ല, അതെ ബാലവാടി ബാലവാടി ഒരു ബാലവാടി ടീച്ചർ അത്രേ, അല്ലെങ്കിൽ അവളും അങ്ങനെ എത്ര ഇങ്ങനെ എത്രയാണെന്ന് പറയുമ്പോൾ അത് അതിൻ്റെ ഒരു മാന്യത കൽപ്പിച്ചുകൊണ്ടല്ല സംസാരിക്കുന്നത്. വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന യാത്രയയപ്പ് സമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. വിരമിച്ച അംഗൻവാടി വർക്കർമാരായ ചന്ദ്രമതി, പ്രസന്ന, ഗിരിജ, രമണി എന്നിവർക്കാണ് യാത്രയയപ്പ് നൽകിയത്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി സൂരജ്, വി പി സിന്ധു, പഞ്ചായത്ത് സെക്രട്ടറി എ കെ വിനോദ്, CDPO PM ശ്രീജ, ICDS സൂപ്പർവൈസർ ബയാന ബോസ്, എം ലക്ഷ്മി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. സ്നേഹലാളനയുടെ 30 വർഷം പിന്നിട്ട അംഗൻവാടി ടീച്ചർക്ക് ഗ്രാമവാസികൾ ഉത്സവാന്തരീക്ഷത്തിൽ യാത്രയയപ്പ് നൽകി. ദേശമംഗലം ഗ്രാമപഞ്ചായത്തിലെ 11-ാം വാർഡിൽ പ്രവർത്തിക്കുന്ന അംഗൻവാടി ടീച്ചർ വസന്തകുമാരി ടീച്ചർക്കാണ് സ്നേഹോഷ്മളമായ യാത്രയയപ്പ് സംഘടിപ്പിച്ചത്. ചടങ്ങ് തൃശൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ സാബിറ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ നസീറ സുധീർ അധ്യക്ഷത വഹിച്ചു. ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ PS ലക്ഷ്മണൻ, ഇബ്രാഹിം തലശ്ശേരി, ICDS സൂപ്പർവൈസർ ബീന, മുൻ പഞ്ചായത്ത് മെമ്പർമാരായ രാജലക്ഷ്മി നീണ്ടൂർ, സുകുമാരൻ, റിട്ടയർഡ് തഹസിൽദാർ സോമനാഥൻ, സംഘടക സമിതി അംഗങ്ങളായ മുഹമ്മദ് കുട്ടി, മുസ്തഫ തലശ്ശേരി, ധനേഷ്, അംഗനവാടി ജീവനക്കാരായ പ്രസന്നകുമാരി, സരസ്വതി, രാജേശ്വരി, ഉഷാകുമാരി തുടങ്ങിയവർ സംസാരിച്ചു. നാട്ടുകാരുടെ സ്നേഹാദരത്തിന് വസന്ത ടീച്ചർ മറുപടി പ്രസംഗം നടത്തി. സംഘാടക സമിതി കൺവീനർ ഉണ്ണികൃഷ്ണൻ സ്വാഗതവും അംഗനവാടി ഹെൽപ്പർ മഞ്ജു നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. വാണിയംകുളം പുലാച്ചിത്ര കിള്ളിക്കാവിൽ 7ാം പൂജയോടെ ഈ വർഷത്തെ പൂരാഘോഷ ചടങ്ങുകൾക്ക് സമാപനമായി. 7ാം പൂജയോടനുബന്ധിച്ച് 3 പതിറ്റാണ്ടായി ക്ഷേത്രത്തിലെ വാദ്യ ചുമതല വഹിക്കുന്ന തലയണപ്പറമ്പിൽ വാസുദേവനെ പൂരാഘോഷ കമ്മിറ്റി ആദരിച്ചു. കമ്മിറ്റിയുടെ ഉപഹാരം ചടങ്ങിൽ സമർപ്പിച്ചു. വൈകിട്ട് 7-ന് മെഗാ തിരുവാതിരക്കളി, തുടർന്ന് ഡബിൾ തായമ്പക എന്നിവയുമുണ്ടായിരുന്നു. മാറ്റൊലി. മരണാനന്തര ജീവിതമുണ്ടെന്ന് വിശ്വസിക്കുന്നവർ നിരവധിയാണ്. ശാസ്ത്രം വളരെയേറെ മുന്നോട്ടു പോയിട്ടും മരണത്തോടെ എല്ലാം അവസാനിക്കുന്നു എന്ന് വിശ്വസിക്കാൻ പലരും തയ്യാറല്ല. മരണത്തിനു ശേഷം മറ്റൊരു ജീവിതമുണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? മാറ്റിലേക്ക് ലഭിച്ച പ്രതികരണങ്ങൾ കാണാം. അതായത് കുറേ ആൾക്കാർ പറയുന്നുണ്ട് എന്ന്, കുറേ ആൾക്കാർ ഇല്ല പറയുന്നുണ്ട്. പിന്നെ മതഗ്രന്ഥങ്ങളിൽ കൂടുതലും പറയുന്നത് മരണാന്തര ശേഷം ജീവിതം ഉണ്ടെന്നാണ്. എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് നമുക്കൊരു 3 ജീവിതമാണുള്ളത്. ഒന്ന് 10 മാസം അമ്മയുടെ ഉള്ളിൽ ജീവിക്കുന്ന ഒരു ജീവിതം, പിന്നെ ഇപ്പം നമ്മൾ ജീവിക്കുന്ന ഒരു ജീവിതം, പിന്നെ അതിന് ശേഷം നമ്മൾ മരണാനന്തരം ജീവിക്കുന്ന ഒരു ജീവിതം. എൻ്റെ അറിവ് വെച്ചിട്ട് അങ്ങനെയാണ്. ഇത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം ഇങ്ങനെയാണ്. മരണാനന്തര ശേഷം ജീവിതം ഉണ്ട് എന്നുള്ളതാണ് ഇസ്ലാമിക ഗ്രന്ഥങ്ങളും ഖുർആനും നമ്മളോട് പറയുന്നത്.
മതപണ്ഡിതൻ, ഒരു മതവിശ്വാസി എന്ന നിലക്ക് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇവിടെ ഒരു മൈതാനത്ത് മഴ പെയ്യുമ്പോഴേക്ക് അവിടെ ചെടികൾ രണ്ടാമതായി അവിടെ പൊന്തി വരുന്നു. ഇതിലൊക്കെ പുനർജന്മത്തിൻ്റെ ഒരു സന്ദേശമുണ്ട് എന്നുള്ളതാണ് പണ്ഡിതന്മാർ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. മാത്രമല്ല, ഈ ജീവിതത്തിൽ ഒരുപാട് നിയമങ്ങളും വ്യവസ്ഥിതികളൊക്കെ വിശ്വസിച്ച് പോരുന്ന ഒരാൾക്ക് അതിൻ്റെ ഒരു പരിമിത ഫലം അനുഭവിക്കേണ്ട മറ്റൊരു ലോകത്ത് ആ പുനർജന്മം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ലോകത്ത് അതിനനുസരിച്ച് ജീവിച്ചതിൻ്റെ ഒരു ഫലം അവർക്ക് അനുഭവിക്കാൻ പറ്റുകയുള്ളൂ. ബുദ്ധിപരമായും അവിടെ ഒരു ജീവിതം ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രിയുടെ സന്ദർശന വേളയിൽ വൈദ്യുതി തടസ്സപ്പെടുത്തതുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം നടത്തുമെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി. ബോധപൂർവം വൈദ്യുതി തടസ്സപ്പെടുത്തിയതാണോ എന്ന് പരിശോധിക്കും. സംസ്ഥാന സർക്കാർ 4ാം വാർഷികം നേട്ടങ്ങൾ നിരത്തിയാണ് ആഘോഷിക്കുന്നതെന്നും ഓരോ വകുപ്പുകളും നേട്ടങ്ങളുടെ പട്ടിക പുറത്തിറക്കുമെന്നും മന്ത്രി. കല്ലേക്കാട് കിഴക്കഞ്ചേരി കാവിന് സമീപം നിയന്ത്രണം വിട്ട സ്കൂട്ടർ പാതയോരത്ത് കൂട്ടിയിട്ട പൈപ്പുകളിൽ ഇടിച്ചുമറിഞ്ഞ് അമ്മയ്ക്കും 2.5 വയസ്സുള്ള മകനും ദാരുണാന്ത്യം. മരിച്ചത് മാട്ടുമന്ത സ്വദേശി 22 വയസ്സുള്ള അഞ്ജുവും മകൻ ശ്രീയാൻ ശരത്തും. സ്കൂട്ടറിൽ ഒപ്പമുണ്ടായിരുന്ന യുവതിക്ക് ഗുരുതരമായി പരിക്കേറ്റു. വാളനംകുറിശി മേടിന് സമീപം വാഹനാപകടത്തിൽ 2 പേർക്ക് പരിക്ക്. പാലക്കാട് കൊളപ്പുള്ളി പാതയിൽ വാണിയംകുളം മുതൽ കൊളപ്പുള്ളി വരെ വാഹനാപകടങ്ങൾ കുറയ്ക്കാൻ ഒരുക്കിയ സംവിധാനങ്ങൾ ഫലപ്രദമെന്ന് പൊതുമരാമത്ത് വകുപ്പ്. തൃശൂർ പൂരത്തിന് മുന്നോടിയായി നഗരത്തിലെ ഹോട്ടലുകളിൽ കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗത്തിന്റെ മിന്നൽ പരിശോധന. നഗരത്തിലെ പ്രമുഖ ഹോട്ടലിൽ നിന്നുൾപ്പെടെ 6 ഭക്ഷ്യശാലകളിൽ നിന്ന് പഴകിയ ഭക്ഷണം പിടിച്ചെടുത്തു. പിടിച്ചെടുത്ത ഭക്ഷണവും ഹോട്ടലുകളുടെ പേരും കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ പ്രദർശിപ്പിച്ചു. പരിശോധന തുടരുമെന്നും കർശന നടപടിയുണ്ടാകുമെന്നും അധികൃതർ. വാണിയംകുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മാസങ്ങളായി മരുന്നുകൾ ലഭ്യമല്ലെന്ന് പരാതി. പ്രതിഷേധവുമായി BJP നേതാക്കൾ മെഡിക്കൽ ഓഫീസറെ കണ്ടു. പാവപ്പെട്ട രോഗികൾ സ്വകാര്യ മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്ന് അമിത വില നൽകി മരുന്ന് വാങ്ങേണ്ട ഗതികേടില്ലെന്ന് നേതാക്കൾ. പ്രതിഷേധ സമരം അവസാനിപ്പിച്ചത് ശനിയാഴ്ച ആശുപത്രി ഫാർമസിയിൽ മരുന്നുകൾ എത്തിക്കുമെന്ന ഉറപ്പിൽ. മരുന്ന് ഉടനെത്തുമെന്ന് നേരത്തെ അറിഞ്ഞ് BJP നടത്തിയത് പ്രഹസന സമരമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗംഗാധരൻ. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ നാടകങ്ങൾ ഇനിയും പ്രതീക്ഷിക്കാമെന്നും പ്രസിഡന്റ്. പട്ടാമ്പി പെരുമുടിയൂർ റെയിൽ അടിപ്പാത നിർമ്മാണം അധ്യയന വർഷം ആരംഭിക്കും മുൻപ് പൂർത്തിയാക്കാൻ ശ്രമം. 90 ലക്ഷം രൂപ ചെലവിൽ റെയിൽവേയുടെ പാത നിർമ്മാണം പുരോഗമിക്കുന്നു. പട്ടാമ്പിയിൽ MLA ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന നിളയോര പാർക്കിന്റെ പ്രവൃത്തികൾ അന്തിമഘട്ടത്തിലേക്ക്. കൊപ്പം സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ കുട്ടികൾക്കായി ഹാപ്പിനെസ് പാർക്ക് സ്ഥാപിച്ചു. ആശുപത്രിയിലെത്തുന്ന കുട്ടികൾക്കായി കളി ഉപകരണങ്ങളോടെ ആഹ്ലാദ പാർക്ക് സ്ഥാപിച്ചത് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ. ചളവറ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പടുകൂറ്റൻ മാവ് പൊട്ടിവീണു. വൻ ദുരന്തം ഒഴിവായത് തലനാരിഴയ്ക്ക്. ആശുപത്രി മുറ്റത്ത് നിർത്തിയിട്ടിരുന്ന നിരവധി വാഹനങ്ങൾ തകർന്നു. വെടിക്കെട്ടിന് വിസ്മയങ്ങൾ കരുതിവെച്ച് തിരുവമ്പാടിയും പാറമേക്കാവും. തൃശൂർ പൂരത്തിന്റെ മുഖ്യ ആകർഷണങ്ങളിലൊന്നായ വെടിക്കെട്ട് അവിസ്മരണീയ വിസ്മയമാക്കാൻ അണിയറയിൽ വിപുലമായ ഒരുക്കങ്ങൾ. ഡ്രാഗൺ ഫൈറ്റും സർജിക്കൽ സ്ട്രൈക്കും മറ്റ് സസ്പെൻസുകളും വെടിക്കെട്ട് കമ്പക്കാരുടെ കണ്ണും കാതും കവരും. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.